ഫ്രണ്ട്സ്, ലെമൺ ആൻഡ് സ്പൈസസിന്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ റെഗുലറായി ഇട്ടിട്ട് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ മാങ്ങാക്കറിയുടെ റെസിപ്പി നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് നിങ്ങൾക്ക് തീർച്ചയായും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. വളരെ പണ്ട് മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണല്ലോ ചെമ്മീൻ മാങ്ങാക്കറി. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ കറി തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായ ചേരുവകളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ 1/2 കിലോ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുള്ളി ഒരു 6 എണ്ണം ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരകിയതാണ് പാല് പിഴിയാനായി എടുത്തിട്ടുള്ളത്. അതുപോലെ കുക്കിംഗ് ഓയിലും എടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് വിനാഗിരിയും ഉലുവയുമാണ്. ആദ്യം നമുക്ക് മീൻ ചട്ടി വെച്ച് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. മീൻകറിയും ചെമ്മീൻ കറിയും ഒക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കിയാലേ നമുക്കതിൻ്റെ ഒരു രുചി കിട്ടുമല്ലേ. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായി നിറം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 3 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണിത്. ഈ ചേരുവ ചെറുതായി ഒന്ന് വഴന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു ചെറിയൊരു മധുരം കൂടി കിട്ടും. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ചെറിയ തീയിൽ കിടന്ന് പതുക്കെ വഴന്ന് വേവുമ്പോഴല്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇപ്പോൾ എല്ലാം നന്നായി വഴന്ന് ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവ ചേർത്ത് കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കിയെടുക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി കൊടുക്കണം. വീഡിയോ എടുക്കാനുള്ള ലൈറ്റ് നേരത്തെ തന്നെ ചാർജിൽ ഇടേണ്ടതായിരുന്നു, പക്ഷേ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഓഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വ്യത്യാസം വരും. വീഡിയോയുടെ ക്ലാരിറ്റിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ചെറുതായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ചെമ്മീനാണ് കറി തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഗ്രേവിയുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
നമ്മളിപ്പോൾ മാങ്ങയും ചെമ്മീനും ഒരുമിച്ച് ചേർക്കുന്നില്ല. ചെമ്മീൻ ഒരല്പം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയ്ക്ക് വേവ് കുറവാണ്, പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഒരു തിളച്ച് വന്നിട്ടുണ്ട്, അപ്പോഴാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തത്. ഒന്ന് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ഗ്രേവി കുറവാണെങ്കിലും നന്നായി കറി തിളച്ച് കഴിയുമ്പോൾ ചെമ്മീനിൽ നിന്ന് കറിക്ക് ആവശ്യമായ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പാകത്തിന് ഗ്രേവിയായി കിട്ടും. സ്റ്റൗ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒരുപാട് തീ കത്തിയാൽ പെട്ടെന്ന് തന്നെ വെന്ത് ചാറെല്ലാം വറ്റിപ്പോകും. ഞാൻ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം പാകത്തിനാണോ, അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കുകയാണ്. കറി നന്നായി തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരണം. ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മാങ്ങ കഷ്ണങ്ങളും ചെമ്മീനുമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. 1/4 പാൽ ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ തിളപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. മാങ്ങ ഉടഞ്ഞു പോകാതെ നോക്കണം. പതുക്കെ അടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. 1/4 പാലും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും ഒരല്പനേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങയും ചെമ്മീനുമൊക്കെ ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് പോരാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഒരല്പനേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും ഒപ്പം തന്നെ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച്, പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ മാങ്ങയ്ക്ക് നല്ല ആവശ്യത്തിന് പുളിയുണ്ട്, അപ്പോൾ ഞാനൊരല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. പുതിയ വീഡിയോകൾക്കും റെസിപ്പികൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.